മലങ്കര സിനഡൽ കമ്മീഷൻ സന്യാസികൾക്ക് വേണ്ടിയുള്ള അവതരിപ്പിക്കുന്ന പൂജനീയ സ്വാമി വീരഭദ്രാനന്ദ, ബഹുമാനപ്പെട്ട പ്ലാസ്, മലങ്കരയിലെ വന്യരായ പിതാക്കന്മാരെ, കുരിശുമല ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സിന്റെ റീജിയണൽ സുപ്പീരിയർ, സന്യാസിനികളെ, വൈദ്യ വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, ഈശ്വരോന്മുഖരമായ വലിയവര്യന്മാർ ജീവിച്ചിരുന്ന ഈ മണ്ണിനെ, ലോകം മനസ്സിനെയും ശരീരത്തെയും സമഭാവനയോടുകൂടി കാണുകയും കവിതകളിലൂടെ നമുക്ക് നൽകപ്പെട്ടു. ഹിന്ദു സന്യാസിയും സന്യാസിനിയും, ബുദ്ധ ഭിക്ഷുവും ഭിക്ഷുണിയും, ജൈന സാധുവും സ്വാധിനിയും, മുസ്ലിം സുഹിവര്യനും ഫക്കീറും, ക്രിസ്ത്യൻ കന്യാസ്ത്രീയും സന്യാസിയും ഈ മണ്ണിന്റെ ആശ്രമാന്തരീക്ഷത്തിൽ രൂപപ്പെട്ട അന്ത്യോക്യൻ ആരാധന രീതി പ്രാർത്ഥനയും നോമ്പിനും ജാഗരണത്തിനുമായി മാറ്റിവെച്ചുകൊണ്ട് ഈ ആരാധനാക്രമം സഭയ്ക്ക് നേതൃത്വം നൽകുന്ന മേൽപ്പട്ടക്കാരൻ സന്യാസനിഷ്ഠയുള്ളവനായിരിക്കണം. ദേറായക്കാർ എന്നിവയ്ക്കു വേണ്ടി സഭയും സമൂഹവും എന്നും പ്രാർത്ഥിക്കുന്നു. സഭ എപ്പോഴും ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ദൈവദാസനും പുനരീക ശില്പിയുമായ ആർച്ച് ബിഷപ്പ് മാറിവാനിയോസ് അന്ത്യോക്യൻ സഭാ സംസ്കാരത്തെ കരുപിടിപ്പിച്ച് വളർത്തിയെടുത്തത്. സത്യസഭയിലേക്കുള്ള പ്രയാണത്തിന്റെ മുന്നോടിയായിരുന്നു അത്. 85ാം പുനരീക വാർഷികം ആഘോഷിക്കുമ്പോൾ മലങ്കര കത്തോലിക്ക സഭ, മലങ്കരയുടെ സഭയുടെ തലവനും പിതാവുമായ മൊറോൻമാർ ബസേലിയോസ്, രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ പ്രൊഫസർ PJ കുര്യൻ MBA, ഈ യോഗത്തിന്റെ മുഖ്യ സൂത്രധാരകനുമായ പുത്തൂർ രൂപതാധ്യക്ഷനായ ഗീവർഗീസ് മാർ ദ്വന്യാസ്യോസ് തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിന്റെ ഇന്ന് അനുഭവപ്പെടുന്ന കുരിശുമല ആശ്രമത്തിന്റെ ആചാര്യശ്രേഷ്ഠനായ ആബട്ടിനെ ഈ മീറ്റിംഗിലേക്ക് പ്രത്യേകമായി അവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സംസാരിക്കുന്നു എന്നറിഞ്ഞതിൽ നിങ്ങളേവരേക്കാൾ കൂടുതൽ സന്തുഷ്ടനും വരുമ്പോൾ ക്രൈസ്തവ സന്യാസവുമായിട്ട് വളരെയേറെ സാമ്യമുണ്ട്. മദർ ജെയിൽസും ഇന്ന് ക്രൈസ്തവ ഭാരതീയ സന്യാസത്തെ കുറിച്ച് ആഴമായിട്ട് നമ്മോട് ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ, അതുപോലെ മാനവ സമുദായത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ, ആശംസയോടുകൂടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ആഗോള സഭയുമായുള്ള പുനരൈക്യത്തിൻ്റെ 85ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സഭാ സംഗമമായി സഭാ മക്കൾ ആഘോഷപൂർവ്വം അതിനെ കാണുമ്പോൾ സഭയുടെ അടിസ്ഥാനപരമായ ക്രിസ്തീയത നിലനിർത്തുന്ന സന്യാസത്തെക്കുറിച്ച് ഓർക്കുന്നതിനും സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്നവരെ പ്രാർത്ഥനാപൂർവം അഭിനന്ദിക്കുന്നതിനും സന്യാസപരമായ ദർശനമുള്ള ദൈവോന്മുഖതയുള്ള സഭയാണ് നമ്മുടേതെന്ന സഭയായി അനുസ്മരിക്കുന്നതിനും ഈ സന്യസ്ത സമ്മേളനം സമർപ്പിതരെ ബഹുമാനിക്കുന്നു എന്ന് കരുതുന്ന സമ്മേളനമല്ല, സഭ സന്യാസത്തെ എങ്ങനെ കാണുന്നു എന്ന് തിരിച്ചറിയുവാൻ പര്യാപ്തമായ ഒരു സമ്മേളനം ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ആദരണീയരായ പ്രഭാഷകരുണ്ട്. അവർ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് വന്നിരിക്കുകയാണ്. മാത്രവുമല്ല, രാജ്യസഭയെ നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻ സാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും
ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം അദ്ദേഹം രാജ്യസഭയുടെ ഉപാധ്യക്ഷനായതുകൊണ്ട് മാത്രമല്ല, സിസ്റ്റർ തീസ SIC കുര്യൻ സാറിൻ്റെ ആൻറ്റി കൂടി ആണ്. സന്യാസത്തെക്കുറിച്ച് നേരിട്ട് അനുഭവമുള്ള കുടുംബാംഗം കൂടെ ഉള്ളപ്പോൾ കുര്യൻ സാറിന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയും. ഈ അസുലഭമായ മുഹൂർത്തം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് പരിശുദ്ധ സഭയ്ക്ക് കൽപ്പിച്ച് നൽകിയതാണ്. എന്തുകൊണ്ടാണ് സന്യസ്ത വർഷം, സമർപ്പിത വർഷം പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുക? ഇവിടെ അഭിമന്യനായ ദിവന്നാസ്യോസ് പിതാവ് വളരെ അർത്ഥവത്തായ ചുരുങ്ങിയ വാക്കിൽ പിതാവ് നമ്മോട് സംസാരിച്ചു. ലോകത്തിൻ്റെ ഗതിവിഗതികളിൽ നിർണായകമാകുന്ന പ്രലോഭനങ്ങളെക്കുറിച്ചും അതിനെ അതിജീവിക്കുവാൻ ആത്മാവ് നൽകുന്ന സുവിശേഷാത്മകതയായ വ്രതത്രയങ്ങളെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ലോകത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മതത്തിൻ്റെ അതിർത്തി വരമ്പുകൾ ഒന്നുമില്ല. പ്രത്യയശാസ്ത്രങ്ങളുടെ അതിർത്തി വരമ്പുകൾ അദ്ദേഹം ഗൗനിക്കാറേയില്ല. നാം ഇന്നിവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്യൂബയിലെ സ്വതന്ത്ര മൈതാനിയിൽ കമ്മ്യൂണിസ്റ്റ് കേന്ദ്ര പ്രദേശത്ത് വിശ്വാസികളും ഒരുമിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുമേനി തിരക്കിനിടയ്ക്ക് ഇത് മറന്നു പോകരുതെന്ന് ഒക്ടോബർ മാസത്തിൽ മാർപ്പാപ്പ തിരുമേനിയെ കാണുമ്പോൾ ഞാനത് പറയാനിരിക്കുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പൊരുതുകയാണ്. അടച്ചിട്ട ആശ്രമത്തിൻ്റെ വാതിലുകൾ തുറക്കണം എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നു. ആരാധന നടത്താത്ത പള്ളികളുടെ വാതിലുകൾ തുറക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ആളുകളില്ലാത്തതിൻ്റെ പേരിൽ അടഞ്ഞു കിടക്കുന്ന മഠങ്ങളുടെ വാതിലുകൾ തുറക്കണമെന്ന് പരിശുദ്ധ പിതാവ് കൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ്? അഭയാർത്ഥികളായി വരുന്നവർക്ക് ആശ്രയമേകുന്നതിന്. പരിശുദ്ധ പിതാവ് പറഞ്ഞു, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാൻ നാം അല്ലാതെ ആരാണ് ലോകത്തിൽ സന്നദ്ധരായിട്ടുള്ളത്? പരിശുദ്ധ പിതാവ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, സുവിശേഷത്തിന് ഒരു ആനന്ദമുണ്ട്. സുവിശേഷം ജീവിക്കുന്നതിന് അതിയായ ഒരു ആനന്ദമുണ്ട്. അത് ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളോടും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളോടും ലോകത്തിൻ്റെ ആകർഷണീയതയോടും വിട പറഞ്ഞു നിൽക്കുവാൻ മനസ്സ് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ആനന്ദം കണ്ടുകൊണ്ട് പറയാൻ കഴിയും. പരിശുദ്ധ പിതാവ് പറഞ്ഞു, ഇങ്ങനെ ലോകം ഇവിടെ അധികാരത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ പദവിയുടെയോ ആയുധപ്പുരയുടെയോ പേരിൽ ലോകത്തെ ഇങ്ങനെ വിസ്മയത്തിലോ പരിഭ്രാന്തിയിലോ അമ്മാനമാടുമ്പോൾ ലോകത്തിൻ്റെ ആകർഷണീയത ഞങ്ങൾക്ക് വേണ്ട. ലോകം നൽകുന്ന ധനം ഞങ്ങൾക്കാവശ്യമില്ല. ലോകം തരുന്ന സൽപ്പേരിൽ അല്ല ഞങ്ങൾ അഭിമാനം കൊള്ളുന്നതെന്ന് കരുതുന്ന, ജീവിക്കുന്ന, അതിൻ്റെ വ്രതത്രയങ്ങളാൽ ബന്ധിതരും സ്വതന്ത്രരുമായ ഒരുപറ്റം ആളുകളോട് പരിശുദ്ധ പിതാവ് പറഞ്ഞു, നിങ്ങൾ സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ സാക്ഷികളാണ്. സുവിശേഷത്തിന് ആനന്ദമുണ്ടെന്ന് ലോകം തിരിച്ചറിയേണ്ടുന്നതിന് നിങ്ങളെ നോക്കി പറയാൻ കഴിയണം, നിങ്ങൾ ഇതിൻ്റെ സാക്ഷികളാണ്. You have to be the witnesses of the joy of the gospel. ഇതാണ് സമർപ്പിത വർഷത്തിന്റെ പൊരുൾ പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. Religious life is not only a blessing for those who commit to that, but all those who believe in the church. സഭയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, സഭയിൽ ഉൾച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാണ് സന്യാസം. ഇത് നാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2500-ൽ പരം
ഇപ്രകാരമുള്ള സമർപ്പിതരുടെ അനുഗ്രഹീത ശുശ്രൂഷ കൊണ്ട് നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ മലങ്കരയിലെ ഒരു കൊച്ചു സഭാ സമൂഹമാണ് അപ്പസ്തോലിക സഭാ സമൂഹമായ നാം. ഇത്രയും സന്യാസിനികൾ മലങ്കരയിലെ മറ്റൊരു വിഭാഗം സഭയിലുമില്ല എന്നുള്ളത് ഓർക്കുക. മലങ്കരയിലെ വിശ്വാസഗണത്തിൻ്റെ എണ്ണമെടുക്കുമ്പോൾ നമ്മുടെ സഭ എണ്ണത്തിൽ ചെറുതാണ് എന്ന് വിശേഷിപ്പിക്കുമ്പോഴും സന്യാസികളുടെ എണ്ണമെടുക്കുമ്പോൾ അപ്പസ്തോലികമായ അഭിഭക്ത മലങ്കര സഭയിൽ ഏറ്റവും കൂടുതൽ സന്യാസിമാരും സന്യാസിനികളും ഉള്ളത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലാണ് എന്നത് ഈ സഭയിലെ കുടുംബങ്ങളിൽ നിന്നുള്ള ദൈവാഭിമുഖ്യത്തെ വിളിച്ച് പറയുകയാണ്. ദൈവം നമ്മുടെ സഭയെ തുടർന്നും സന്യാസ പ്രതിഷ്ഠയിലൂടെ സ്ഥിരീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ വരുന്നതിന് ഔദാര്യത്തോടെ മനസ്സ് കാട്ടിയ വീരഭദ്രാനന്ദ സ്വാമിജിയോടും ബഹുമാന്യനായ പ്രൊഫസർ PJ കുര്യൻ സാറിനോടും നമ്മുടെ സ്വാമിമാരോടും സ്വാമിനിമാരോടും നമ്മുടെ സഭയ്ക്കുള്ള വലിയ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. രാജ്യസഭാ ഉപാധ്യക്ഷൻ ആദരണീയനായ പ്രൊഫസർ PJ കുര്യൻ സാറിനെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മലങ്കര കത്തോലിക്ക സഭയുടെ സന്യാസിനി സമൂഹത്തിൻ്റെയും നൂറുകണക്കിനല്ല ആയിരക്കണക്കിനെന്ന് പറയാമെന്ന് 2000-ലധികം സന്യാസിമാരുമുള്ള ഈ സഭയുടെ അതിൻ്റെ ഒരു നല്ല പങ്ക് ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്. അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ തികച്ചും വിനയാന്വിതനാകുന്നു എന്ന് പറയട്ടെ. അവരുടെ ത്യാഗം, അവരുടെ ജീവിതം, അവരുടെ സമർപ്പണം, അതിൻ്റെ മുൻപിൽ അവരുടെ സേവനം, അതിൻ്റെ മുമ്പിൽ ഞങ്ങളാരും ഒന്നും അല്ല. രാഷ്ട്രീയ നേതാക്കളായാലും മന്ത്രിമാരായാലും മറ്റു സാമൂഹ്യ പ്രവർത്തകരായാലും നിങ്ങളുടെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും മുൻപിൽ ഞങ്ങൾ വെറും വട്ടപൂജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ആദരവോടുകൂടി ഞാൻ ശിരസ് നമിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വാസ്തവത്തിൽ ഈ സമൂഹത്തെ സംരക്ഷിച്ചു നിർത്തുന്ന സമൂഹമെന്ന നിലയിൽ, ഈ സമൂഹത്തിൻ്റെ കാവൽക്കാർ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ കാവൽക്കാരാരാണ്? മറ്റാരുമല്ല, നിങ്ങളാണ്. ഈ ലോകത്തെ നിലനിർത്തുന്നത് മറ്റാരുമല്ല, നിങ്ങളാണ്. ലോകത്തെ നിലനിർത്തുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരോ ഭരണകർത്താക്കളോ ആണ് എന്ന് ചിലപ്പോൾ അവർ അഹങ്കരിച്ചേക്കാം, ചിലപ്പോൾ ചിലർ പറഞ്ഞേക്കാം. പക്ഷേ എനിക്കൊരു സംശയവുമില്ല, ഈ ലോകത്തിൻ്റെ കാവൽക്കാർ, ഈ സമൂഹത്തിൻ്റെ സംരക്ഷകർ, those who protect this society മറ്റാരുമല്ല, ഈ സന്യസ്ത സമൂഹമാണ്. ഞാൻ ഒരു കൊച്ചു കഥ ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളത് പറയുകയാണ്. ഒരു ദേശം വലിയ അക്രമത്തിലേക്കും അനീതിയിലേക്കും വലിയ പാപത്തിലേക്കും മുങ്ങി നശിക്കാറായപ്പോൾ ഗബ്രിയേൽ മാലാഖ ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അത്രയും നശിച്ച അനീതി നടക്കുന്ന, അനാവശ്യം നടക്കുന്ന, പാപത്തിൽ മുങ്ങിയ ഒരു സമൂഹത്തെ എന്തുകൊണ്ട് നീ ശിക്ഷിക്കുന്നില്ല? അവരെ എന്തുകൊണ്ട് നീ നിലനിർത്തുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഗബ്രിയേൽ മാലാഖയോട് ദൈവം പറഞ്ഞു, ഞാൻ താങ്കൾക്കൊരു സ്ഥലം പറഞ്ഞു തരാം, അവിടെ താങ്കൾ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഗബ്രിയേൽ മാലാഖ ദൈവം പറഞ്ഞനുസരിച്ച് അവിടെ ചെന്നു. ആ സ്ഥലത്ത് നോക്കിയപ്പോൾ 2 പാവപ്പെട്ട സ്ത്രീകളിരുന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നു.
ആ ദേശത്തിന് വേണ്ടി. ഗബ്രിയേൽ മാലാഖ തിരിച്ചു എന്ന് പറഞ്ഞു, 2 സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ദൈവം പറഞ്ഞു, അവരുടെ കണ്ണുനീരാണ് ആ ദേശത്തെ സംരക്ഷിച്ച് നിർത്തുന്നത്. നിങ്ങളുടെ ത്യാഗമാണ്, നിങ്ങളുടെ സേവനമാണ്, നിങ്ങളുടെ കണ്ണുനീരാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ദേശത്തെയും സമൂഹത്തെയും നിലനിർത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ബ്രഹ്മചര്യം എന്ന് പറയുന്നത്, സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഒരു ഭാരതീയ, നേരത്തെ തന്നെ ആർഷഭാരതത്തിൻ്റെ സങ്കല്പമാണ്, യാഥാർത്ഥ്യമാണ്. ഇവിടെ പൂജനീയായ സ്വാമി വീരഭദ്രാനന്ദ ഇവിടെ പ്രസംഗിക്കുവാനുണ്ട്. ബ്രഹ്മചാരികൾ, നമ്മുടെ ആർഷഭാരതത്തിലെ മുനിമാർ, അവർ ചെയ്തിരുന്നത് അവർക്ക് വേണ്ടി അല്ല അവർ ജീവിച്ചത് സമൂഹത്തിന് വേണ്ടിയാണ് ജീവിച്ചത്, ലോകത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. അങ്ങനെയാണ് വാസുദൈവ കുടുംബകം എന്ന ആപ്തവാക്യം അവിടെ ഉണ്ടായത്. ലോകമൊരു തറവാട്, അഹിംസ പരമധർമ്മ, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ സമാധാനം, ലോകത്തിന് മുഴുവൻ ഐശ്വര്യം. ആ പ്രാർത്ഥന അവിടെ നിന്നുണ്ടായതാണ്, ഭാരതത്തിൽ നിന്നുണ്ടായതാണ്. ലോകത്തെ ഒന്നായി കാണുവാനും ലോകത്തിനു വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുവാനും ഉള്ള വികാരം ഭാരതീയ മാമുനിമാർ ആർഷഭാരതത്തിൻ്റെ നമുക്ക് നൽകിയ സംഭാവനയാണ്. അതും സന്യാസ ജീവിതത്തിൻ്റെ, ബ്രഹ്മചര്യത്തിൻ്റെ ഉൽപ്പന്നമാണ്. അപ്പോൾ ബ്രഹ്മചര്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ത്യാഗം, സേവനം, പ്രാർത്ഥന, ഇതാണ്. അപ്പോഴാണ് ഈ 3 ക്വാളിറ്റി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതം പൂർണ്ണമാകുന്നത്, സമ്പൂർണ്ണമാകുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ സർവ്വതും ത്യജിച്ച് എൻ്റെ കുരിശ് എടുത്ത് എന്നെ അനുഗമിക്കണം. 2 അടിസ്ഥാന പ്രമാണങ്ങളാണ്. ത്യാഗം, പൂർണ്ണമായി എല്ലാം ത്യജിക്കുക. 2, എൻ്റെ കുരിശ് എടുത്ത് എന്നെ അനുഗമിക്കണം. എന്ന് പറഞ്ഞാൽ ത്യാഗം മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി ഏത് കഷ്ടപ്പാടും സഹിക്കുവാൻ കുരിശെടുക്കാൻ തയ്യാറാകണം. യേശുക്രിസ്തു അതാ ചെയ്തത്. ലോകത്തിന് വേണ്ടി കുരിശ് എടുത്തു, ലോകത്തിൻ്റെ മുഴുവൻ പാപം സ്വീകരിച്ചു. അതാണ് യേശുക്രിസ്തു ചെയ്തത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞുകൊണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതിന് ജീവൻ ഉണ്ടാകില്ല, ഫലം കായ്ക്കത്തില്ല. ഗോതമ്പ് മണി ചാകണം, ഫലം ഉണ്ടാകണമെങ്കിൽ സാക്രിഫൈസ്, ത്യജിക്കാൻ നാം തയ്യാറാകണം. അതാണ് നമ്മുടെ കർദിനാൾ തിരുമേനി പറഞ്ഞല്ലോ, ഫുൾനെസ് ഓഫ് ലൈഫ്. ആഘോഷം, സന്യാസം ആഘോഷിക്കുന്നു. അതെങ്ങനെയാ പറ്റുന്നത്? അതെ, ത്യാഗത്തിലൂടെ. നിങ്ങൾ ലോകജീവിതം ത്യജിച്ചവരാണ്, ലൗകിക സുഖങ്ങൾ ത്യജിച്ചവരാണ്, സമ്പത്ത് വേണ്ട എന്ന് വിചാരിച്ചവരാണ്, ഉണ്ടായിരുന്നതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് സമൂഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടിയാണ്. മാനവസേവ തന്നെ മാധവ സേവ എന്ന് ഹൈന്ദവ മതത്തിൽ പറയുന്നുണ്ട്. യേശുക്രിസ്തു പറഞ്ഞുകൊണ്ട്, ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു. മനുഷ്യ സേവനം എന്ന് പറയുന്നത് ദൈവസേവനം ആണ്, ഈശ്വരനെ സേവിക്കുന്ന. അപ്പോൾ ഈശ്വരനെ സേവിക്കുവാൻ, യേശുവിനെ വരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് എല്ലാം ത്യജിക്കുമ്പോൾ ഗോതമ്പ് മണി നിലത്ത് വീഴുന്നത് പോലാണ്. എല്ലാം ത്യജിച്ചു, ഇതുവരെയുള്ളതെല്ലാം നശിച്ചു. എന്നാൽ പുതിയ ജീവൻ, സമൃദ്ധമായ ജീവൻ. അപ്പോൾ സന്യാസി ജീവിതം തരുന്നത് പുതുജീവനാണ്, സമൃദ്ധമായ ജീവനാണ്. ആ സമൃദ്ധമായ ജീവൻ എൻജോയ് ചെയ്യുവാൻ മറ്റാരേക്കാൾ കഴിയുന്നത് സന്യസ്തർക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം.
ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നൊക്കെ പുറത്തു ചാടി ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മനസ്സിനെ ഏകാഗ്രമാക്കി ഈശ്വരൻ്റെ, ദൈവത്തിൻ്റെ, യേശുവിൻ്റെ പാദത്തിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിമോചനം, ആ വിമോചനത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷം, ദാറ്റ് എൻജോയ്മെന്റ്, അതാണ് യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് സന്യസ്ത ജീവിതം എൻജോയ് ചെയ്യണം. ഞാൻ മറ്റൊരിടത്ത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കേട്ട ഒരു പ്രശ്നമാണ്, ദ ഗോസ്പൽ, സുവിശേഷം, ഇറ്റ് ഈസ് ടു സെലിബ്രേറ്റ്, ഇറ്റ് ഈസ് ടു എൻജോയ്. സുവിശേഷം എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യാനാണ്, എൻജോയ് ചെയ്യാനാണ്. പക്ഷേ ആ എൻജോയ്മെന്റ് അത് അനുഭവിക്കണമെങ്കിൽ ഈ സമർപ്പണം അനിവാര്യമാണ്. ആ സമർപ്പണത്തിൻ്റെ ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ് ആവർത്തിക്കുകയാണ്, സമൃദ്ധമായ ജീവിതത്തിൻ്റെ ഉടമകളാണ് സന്യസ്തർ. ലോകത്തിൻ്റെ കാവൽക്കാരാണ് സമൽക്കാർ, ലോകത്തിൻ്റെ സംരക്ഷകരാണ് സന്യസ്തർ. അവരുടെ പ്രാർത്ഥനയാണ് സമൂഹത്തെ നിലനിർത്തുന്നത്. അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന എല്ലാ കാപട്യങ്ങളും വഞ്ചനയും അനീതിയും പറയാൻ വയ്യാത്ത എല്ലാ ഗുണങ്ങളും ഈ ലോകത്തെ ദൈവം എന്തുകൊണ്ട് നിലനിർത്തിയിരിക്കുന്നു? ഒരു സംശയമില്ല, പ്രാർത്ഥിക്കുന്ന കുറേ ആളുകൾ, ജീവിതം ത്യജിച്ച് പ്രാർത്ഥിക്കുന്ന കുറേ ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയ നേതാക്കളും ആരും ഒന്നുമല്ല, മന്ത്രിയും പ്രധാനമന്ത്രിയും ആരും ഒന്നുമല്ല. നിങ്ങളാണ് സംരക്ഷകർ. നിങ്ങളുടെ പ്രാർത്ഥന. അഭിവന്യ തിരുമേനി എൻ്റെ കൊച്ചമ്മയെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ കൊച്ചമ്മ മഠത്തിൽ ഇവിടെ തിരുവല്ലായിൽ മദർ തീസ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഏത് പ്രതിസന്ധി വരുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൊച്ചമ്മ, രോഗം വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന കൊച്ചമ്മ. ഞാൻ എൻ്റെ BSc പരീക്ഷ എഴുതി കഴിഞ്ഞ കൊച്ചമ്മയെ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ പാപ്പച്ച, നീ പരീക്ഷ എഴുതുമ്പോൾ ഞാൻ പള്ളിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥനയുടെ ആ കൊച്ചമ്മ ഒരു പ്രാർത്ഥനയുടെ വ്യക്തിത്വമായിരുന്നു. എനിക്ക് കൊച്ചമ്മ മഠത്തിൽ പോയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഞാനിവിടെ പറയാം. കൊച്ചമ്മ വീട്ടിൽ ഒരു നിരാഹാരം 2-3 ദിവസം അനുഷ്ഠിച്ചിട്ടാണ് മഠത്തിൽ ചേർന്നത്. മഠത്തിൽ പോകാനുള്ള അനുവാദം എൻ്റെ ഗ്രാൻഡ് ഫാദർ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അവസാനം കൊച്ചമ്മ, അല്ല, എനിക്ക് പോയേ മതിയാകും, ഇതെൻ്റെ ദൈവവിളിയാണ്, ഈ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധിച്ച് അവസാനമാണ് അതിന് ഏതാണ്ട് ഒരു സമ്മതം മേടിച്ചത്. അപ്പം അന്ന് മുതലേ എന്നെ ചിന്തിക്കുന്ന കാര്യമുണ്ട്, എവിടെ നിന്ന് ഈ ശക്തി, വേറെ ഈ പ്രേരണശക്തി എവിടെ നിന്ന് വരുന്നു? ആ പ്രേരണശക്തി ദൈവത്തിൻ്റെ കൃപയാണ്, മറ്റൊരാൾക്കും സാധ്യമല്ല. മഠത്തിൽ ചേരണമെങ്കിൽ, സന്യാസിയാകണമെങ്കിൽ, ബ്രഹ്മചാരിയാകണമെന്നുള്ള ആ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. മറ്റുള്ളവർ നോക്കിയാൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമത് പറയുന്ന നിങ്ങളുടെ ത്യാഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞെങ്കിൽ, രണ്ടാമത് ഞാൻ പറയുന്നത്, യു ആർ എ സെലക്റ്റഡ് ഫ്യൂ ചോസൺ ബൈ ഗോഡ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ് സന്യാസികൾ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണത്. അതാണ് അതിൻ്റെ ശക്തി. അത് ആ ഗ്രേസ്, ആ കൃപ എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമല്ല, നിങ്ങൾ ഭാഗ്യവാന്മാരാ, ഭാഗ്യവതികളുമാണ്. ജീവിതത്തിൻ്റെ ഫുൾനെസ് അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ വർഷത്തെ പുനരൈക്യ സമ്മേളനത്തിൻ്റെ 85ാം സമ്മേളനത്തിൻ്റെ ഒരു ആപ്തവാക്യമായി ഞാൻ കണ്ടത് സമൃദ്ധിയായ ജീവൻ എന്നാണ്. ആ സമൃദ്ധിയായ ജീവൻ എവിടെ നിന്ന് അനുഭവിക്കും?
ആ സമൃദ്ധിയായ ജീവൻ അനുഭവിക്കണമെങ്കിൽ ത്യാഗത്തിൽ കൂടെ നാം പലതിനെ ഉപേക്ഷിച്ച് അതുവഴി ടു ലിവ് എ ലൈഫ് ഓഫ് ദ ഗോസ്പൽ അത് തീരുമാനിക്കുമ്പോഴാണ് ആ തിരഞ്ഞെടുപ്പ് തരുന്നത് വലിയ സന്തോഷപ്രദമായ ജീവിതമാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പൂടാണ്. അതുകൊണ്ടാണ് അത് നിലനിർത്തുവാനും മുന്നോട്ട് പോകുവാനും വളർത്തുവാനും അത് എൻജോയ് ചെയ്യുവാനും സന്യസ്തരായ ആളുകൾക്ക് കഴിയുന്നത്. മദർ തെരേസ എങ്ങനെ സാധിച്ചു? അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി വിശുദ്ധിയായി പ്രഖ്യാപിച്ച മദർ തെരേസ, നമ്മുടെ നാട്ടിലെ അൽഫോൺസാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹം ആണ് നിങ്ങൾ. ഞങ്ങൾ അതിൻ്റെ പുറത്ത് നിൽക്കുക, വാതിക്കൽ മുട്ടുക. വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുക്കാൻ മറന്നുപോയവർ, വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്ത് അകത്ത് കയറിയവർ എൻ്റെ മുൻപിൽ, മറന്നുപോയവർ ഞങ്ങളൊക്കെ പുറത്തുണ്ട്. പക്ഷേ ആ മറന്നുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കടമയാണ് നിങ്ങൾക്ക് എന്ന വസ്തുത ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മെ, ഈ സമൂഹത്തെ നിലനിർത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് ഞാൻ എവിടെയും പറയും. യാതൊരു സംശയവുമില്ല. ആ ക്വാളിറ്റിയുടെ പ്രതിഫലനമാണ് 2500 പരം സന്യസ്തരെ തിരുസഭയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് സഭയുടെ വലിപ്പം തീരുമാനിക്കുന്നത് ഞാൻ തിരുമേനി പറഞ്ഞ ചെറുത് എന്ന് തിരുമേനി പറഞ്ഞ നമ്പറിൻ്റെ കാര്യത്തില്ല. തിരുമേനി തന്നെ പറഞ്ഞു, ക്വാളിറ്റി അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളതെന്ന് ഞാൻ ആ അർത്ഥത്തിൽ മലങ്കര കത്തോലിക്ക സഭ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതല്ലേ ഈ സഭയ്ക്ക് കാരണക്കാരനായ, പുനരൈക്യത്തിന് കാരണമായ മാർ ഇവാനിയോസ് തിരുമേനി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. മാർ ഇവാനിയോസ് തിരുമേനി അച്ഛനായി ഇവിടെ ആയിരുന്നു, വെണ്ണിക്കുളത്തായിരുന്ന കാലത്ത് എൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. കാരണം അന്ന് വാസ്തവത്തിൽ ഞങ്ങൾ എൻ്റെ വീട് വെണ്ണിക്കുളം ഓർത്തഡോക്സ് പള്ളിയിലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ച കഥ എൻ്റെ ഉപ്പാപ്പൻ എന്നോട് ഒന്നിലധികം തവണ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. മാർ ഇവാനിയോസ് തിരുമേനിയെ പോലെ ഒരു വലിയ മനുഷ്യൻ, ആത്മീയ മനുഷ്യനെ ദൈവത്തിൻ്റെ വെളിപ്പാട് ലഭിച്ച് മുന്നോട്ട് കൊണ്ടുപോയി പുനരൈക്യ പ്രസ്ഥാനത്തിലേക്ക് നയിക്കാൻ തനിക്ക് കിട്ടിയ വെളിച്ചം അതിനോട് നീതി പുലർത്തി. ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമുക്കൊക്കെ ലഭിക്കുന്ന വെളിച്ചം അതനുസരിച്ച് പ്രവർത്തിക്കാൻ നാം തയ്യാറല്ല. പക്ഷേ അറിവനുസരിച്ചില്ല. ആ വെളിപാടിനോട്, ആ വെളിച്ചത്തിനോട് നീതി പുലർത്തിയ ആ സഭ എത്രയോ വളർന്നിരിക്കുന്നു. ഈ സഭയിൽ ഒരു കർദിനാൾ ഉണ്ടാകുന്നതിന് മുമ്പ് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ? നമ്മുടെ ക്ലീമീസ് തിരുമേനിയെ കർദിനാളാക്കുമെന്ന് ആദ്യമേ വാർത്ത വന്നപ്പോൾ പലർക്കും വിശ്വസിക്കാൻ തോന്നിയില്ല. അയ്യോ, ഇത്രയും പ്രായം കുറഞ്ഞ ആളിനെ കർദിനാളാക്കുമോ? മലങ്കര സഭ എന്നൊരു കർദിനാളോ? അതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ദൈവം എവിടെയാണ് കൈവെക്കുന്നത്, ദൈവം എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് നമുക്ക് നേരത്തെ അറിയാൻ കഴിയില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഈ സഭയെ ഈ രീതിയിൽ നിലനിർത്തിയിരിക്കുന്നത്, ഈ സഭയെ വളർത്തുന്നത്, ഈ സഭയിലെ വലിയ സന്യസ്ത സമൂഹത്തെ നിർത്തുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. അത് ലഭ്യമാകുന്നത് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ത്യാഗം. അങ്ങനെ ആ പ്രാർത്ഥനയും ത്യാഗവും ഫുൾനെസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത അനുഭവിക്കുവാൻ ഇടയാകുന്നു. സുവിശേഷത്തിൻ്റെ ഫുൾനെസ്
അനുഭവിക്കാൻ ഇടയാക്കുന്നു. എളിയവനായ എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനും ഇതൊരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു രാഷ്ട്രീയ പ്രസംഗം ചെയ്യുന്ന പോലെയല്ല, വിശുദ്ധരായ പ്രാർത്ഥനാ മനുഷ്യരായ വലിയൊരു സമൂഹത്തോട് സംസാരിക്കുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ഞാൻ അർഹനാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും അഭിമന്യ കർദിനാൾ തിരുമേനിയുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും അഭ്യർത്ഥിച്ചുകൊണ്ട് അനുവാദത്തോടുകൂടെ ഈ സന്യസ്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രസ്താവിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय अमृतं गमय. ധർമ്മ ഗൃഹസ്ഥാശ്രധർമ്മ രണ്ടോട് സംഗമമായ അദ്ദേഹം കടന്നു ചെന്ന് അതിവർണാശ്രമധർമ്മീന് ആഘോഷിക്കപ്പെട്ട ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ്റെ പേരിലും വേദിയെ അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ സജ്ജനങ്ങൾക്കും വേദിയിൽ മുൻപ് ഈ സഭയോട് അലങ്കാരമായിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജനിച്ചത്, പഠിച്ചത്, വളർന്നത് എല്ലാം കേരളത്തെ വിട്ട് പുറത്തുള്ള ഒരു സ്റ്റേറ്റിലെയാണ്. കൂടുതൽ താമസിച്ചത് തമിഴ്നാട്ടിലെയാണ്. അത് കാരണം എൻ്റെ മലയാളം തലയാളമായിട്ടാണ് അഭിവ്യക്തമാകുന്നത്. തമിഴ് കലർന്ന മലയാളമാണ്. ഈ സഭയിൽ പങ്കെടുക്കുന്നതിൽ വളരെ ഒരു ഹർഷം, സന്തോഷം അനുഭവിക്കുന്നു ഞാൻ. സന്യാസം എന്ന് പറയുന്നത് ഈ സമുദായത്തോടെ കൊടിവിളക്കാണ്. The enlightening factor of the society. Sannyasa means a way of life without any frontiers. കരയില്ലാത്ത ഒരു സമുദ്രമാണ് സന്യാസ ജീവിതം. ശ്രേഷ്ഠതരമായ ഒരു മനോഭാവത്തോടെ അഭിവ്യക്തമാണ് സന്യാസം. ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ മനസ്സ് പാവനമാകുന്നു, ചിത്തം പവിത്രമാകുന്നു. എനിക്ക് ഫാദർ ജോസ് കുറുവില വിളിച്ച് അറിയിക്കുമ്പോൾ ഇന്ത്യൻ സന്യാസ വെരി ഗുഡ്, താങ്ക് യു. ഇന്ത്യൻ സന്യാസ എന്നാണ് പറഞ്ഞത്. പക്ഷേ Sannyasa itself is a very vast subject. If you really want to go into it, Indian sannyasa is still a vast and complex subject. And today I am extremely glad to see Swami Vivekananda would have been much glad to see not only so many wonderful sannyasis here, outbeating the number of the sannyasis, great sannyasinis have come here. This is a speciality, beauty of our Kerala. Vivekananda Swamiji പറഞ്ഞിട്ടുണ്ട്, if one man is educated, only one man is educated. If a woman is educated, the whole family and country is benefited. So something wonderful. I am finding it a joy to see sisters coming and taking up this marvelous ideal of sannyasa. This ideal is really a great universal ideal
which had its birth in India. The concept of global village has its seed in this idea of sannyasa. So I will, as the time is very less, I am not going really into the Indian sannyasa. Indian sannyasa എന്ന് പറയുമ്പോൾ ഭാരതത്തോടെ സന്യാസ വീക്ഷണം എത്രയോ അംശങ്ങൾ ഉണ്ടാണ് ഇതിൽ. സന്യാസ ഡ്യൂറിങ് ദ വേദിക് ടൈം, ബുദ്ധിസ്റ്റിക് സന്യാസിസ്, ജൈൻ സന്യാസിസ്, Christian sannyasis, Hindu sannyasis. So varieties of items are getting assembled when we talk about Indian sannyasa, because India has been the cradle of sannyasa. It has been the matrix of the idea of sannyasa. Before I enter into the subject, I will read to you from one of the famous St. Paul publications, where he has made a special mention about the sannyasa of India. It is published by St. Paul Publications, Bangalore, Monks Yesterday and Today. Dom Mayol D. Drewley, it's very difficult to pronounce the name for me. He says Christian monasticism proper began in the 3rd century with Saint Anthony, who lived as a hermit in the deserts of Egypt. Following him, thousands of people became hermits. After a few decades, a semi-cerematic way of life known as Lara was started at Nitria and Skete in the arid region of Lower Egypt. The first rule of the community life was written by Saint Pachomius in the 4th century. This way of monastic life spread to Europe in the 5th century. The rule of Saint Benedict, which lays down the definite rules for the monks' conduct and regulation of community life, is followed to this day in Catholic monasteries. He says this monasticism had its cradle in India and it went from here to other countries. You can go through this book. So this, when we say Hindu sannyasa, no person can claim that he himself is the originator of the sannyasa. So by the word Hindu sannyasa, Swami Vivekananda in front of the world stage presented a universal concept, a universal idea of a way of life which, if led by a man, can bring untold blessings to the whole humanity, irrespective of the religion to which he belongs, the country to which he belongs, language which he speaks, or the sect or the cult to which he belongs. That's why sannyasa is a philosophy without any frontiers. Though for all terminological convenience we use the word Hindu sannyasa, in the Vedantic approach, sannyasa itself means crossing everything that is in this phenomenon. It's a transcendental way of life, and the approach is from the transcendental realm, looking into the phenomenon where the one appears as many. This is the world of pluralism. നാനാത്വമുള്ള ഈ പ്രപഞ്ചമാണ്, ഏകത്വത്തോടെ അഭിവ്യക്തമാണ് ഈ പ്രപഞ്ചം. The one appearing as many. So this ideal, what exactly is this ideal? In our world we will find two types of ideals. One is the ideal based on the concepts of mind, the conception of the mind. മനസ്സ് കൊണ്ട് ബുദ്ധിയെ കൊണ്ട് വിചാരിച്ച് ആലോചിച്ച് ചിന്ത ചെയ്ത് we find out and create certain ideals. Socialism, family system, communism, Marxism, capitalism, feudalism, anyism, all creation of the mind when it comes in contact with the problems of the society. As the society changes, as the situation changes, we find these ideals also change and they become sometimes unsuitable for the existing times. The way of life undergoes change with the changing times, and these ideals seemed ill-fit for the society and the people living at that time. There is other ideal, the second one, which is based on the perception of truth.
സത്യത്തോടെ ദർശനത്തെ ആധാരമായി അടിസ്ഥാനമായി കൊണ്ട് ഉദയമാകുന്ന സൃഷ്ടിയാകുന്ന ആദർശങ്ങൾ, ലക്ഷ്യങ്ങൾ, ഐഡിയൽസ് based on the perception of light, truth. Many of the inventions in the science are based on this. They never change. The law of gravitation will not change. Sun rising in the east and setting in the west, it will never change. Whether it was discovered by a man in Europe or it was by a man in Asia, these truths will never change. Another greatest truth in our life is that every creature that is born must die. Nobody can change it. Vivekananda gives a marvelous expression to this idea, which really forms the seed for the original Indian idea of sannyasa. He goes into ecstasy and says, there was a time when at the trumpet call of the Rome, the whole earth trembled. The eagle flag of the Greece floated on everything that was covetable on the earth. But where are they now? Spider weaves its web where Caesars once ruled. Gone are they, with not even a tail left to tell their tales. What a beautiful expression. Spider weaves its web where Caesars once ruled. Kandu kandangirikkum janangale. That's a beautiful expression in Malayalam. Within 2 days we all vanish and we go away. Nothing is left. Impermanency is the only permanent thing that we can see in this world. So this ideal of sannyasa, based on the perception of the truth that everything is impermanent in this world. Saints die, sinners die, peasants die, beggars die, ministers die. Death is the one goal towards which we all are traveling. So what great is there in imitating nature? Sannyasa ideal is how to transcend nature. Nature is created, constantly changing. It is mortal. It dies. It changes. In this changing world, where is security? Where is protection? So the sages thought over all those things and they fell upon the truth that there is something unchanging behind this changing phenomenon. If we can reach the shores of that unchanging, permanent thing, they found out that the joy or the aspiration of the human heart for continuously enjoying the bliss man can achieve there in the transcendental realm, where they find that birth, death, disease and all those things vanish without even a shadow behind. Indian sages in their evolutionary process found out that where Darwin came and ended, that was only the biological stage of evolution from amoeba to Adam. And they say sannyasa life, or the real spiritual life, pushes this evolution on its onward and forward movement. From Adam, he must become a Atma Jnani, a realized soul, a seer, a man who can perceive that immortality, the one residing in the many. So amoeba to Adam, Adam to Atma Jnani, a knower of the self. There's a moment you know the self. No more is there death for you. No more is there sorrow or disease. The whole phenomenal changes with all its flux, vanishes when you reach the shores of immortality. Renunciation and service are the twin ideals of not sannyasis. India, intensify her in these channels, the rest will come by itself. What a beautiful statement. Subhash Chandra Bose, Chandrasekhar Azad, Bhagat Singh, Veer Savarkar, all those people gave up their families and jumped into the Mahayagna of India's freedom. The whole family ruined. You have to see the lives of the freedom fighters.
They all gave up. Vivekananda says, Bharata Mata, Bali Chodikkinno. Sondha Jeevithatte Baliyayittu Arpanam cheyyam pattu ningal. What a statement, what a call it was. And India became free. It all renunciation and service is a twin ideal of India, not sannyasis. Even in the family system, this ideal of Tyaga and service was there. Now slowly as we are breaking away from that, Indian society is now limping. Lots of problems in Indian society. Whether it's a Christian family or a Hindu family or a Muslim family, we had this culture of renunciation and service. Renunciation for the sake of the family. Renunciation for the sake of the whole village. For the sake of the society, then for the sake of the country. Can you renounce? Every king was supposed to renounce. There's a beautiful incident in Mahabharata. I'm not going to touch politics, but I'm talking about the theme of India as renunciation and service. One of the king, he got into a problem because he had a son who was a dullard. And the queen told, our son must become the king next. And the Raja was worried. One day at night, 12 o'clock, he goes to Rajaguru. And the Rajaguru asked, Rajan, at this time, Raja should not come to Guru. He should give the command, the Guru will come to you. Then the king says, Guru, the problem is not personal problem. It is a problem of the country. Oh, what is that? He says, this is a problem. My son is a stupid fellow. I am afraid to hand over the reins to my son, but the queen is insisting that the next ruler should be her son. This is the dilemma in which I am caught. Oh, that's a marvelous answer, containing the seed of Tyaga and Seva, renunciation and service. All the sannyasinis are not born in the jungles, nor do they drop from the sky, nor do they emerge from the sea. They are all from the householders. Is it not? When the father and mother have got that seed of sannyasa, in their house only a sannyasi can be born. Because every man selects his birth and house according to his karma, according to Indian philosophy and belief. And the Raja puts this question to the Rajaguru, and Rajaguru says, Raja, you are putting this question as the father of that son or as the king of this country. And the Raja says, Guru, I am asking this question as the king of this country. He says, that boy whom your wife wants to be the son is your son as a father. As a king, everybody in this kingdom is your son. Now you choose. Immediately the king falls at the feet of the Rajaguru. He says, Rajaguru, marvelous, marvelous. This is something amazing. I never expected this. Rajaguru says, Seva and Tyaga. This is the ideal of India. As a king, go and follow this. Give up the attachment to your son if you want to rule the kingdom. Then Raja's eyes widen. He said, this is a great answer. Find out the best man to rule India, not one belonging to you. That's a great concept India developed. So the idea of sannyasa and Tyaga, renunciation and this one, Seva, was embedded from the family life. And the family life was so designed that from the Brahmacharya, Grahastha-ashrama, Vanaprastha-ashrama, everybody was supposed to give up and renounce and become a sannyasi. But somewhere something was lacking, and that is why now we find at all the top levels of India, even after 70 years, nobody is willing to quit the chair. Why? What has happened to the theme of renunciation? In the last few years, we celebrated the 150 years of Swami Vivekananda's birth. Vivekananda said, my faith is in the younger generation, the modern generation. Out of them will come the workers who will solve the problems of India like lions. But in our case, even after 60, 65, crossing the Vanaprastha, Sannyasa Ashrama, nobody is willing to give up the power and position. Then you cease to be an Englishman or an Indian or an African. Because we are all following the truth, investigating into the truth. Athato Brahma Jignasa. So these two concepts you have to understand. Even in your family life also, you have to give up attachment to the sensual way of life.
If you don't give up that, the whole society will get infected with the sensuality, and in that society full of sensuality, it is difficult to get a sannyasi take birth in that society. And even if a sannyasi is born, he is beset with hundreds of temptation. How difficult is it not? It is like a firewalk for a sannyasi in the modern society. All round temptations are surrounding us, is it not? Continuously tempting and asking us to bring our mind down. Vivekananda says Satan also is as powerful as God. What is the difference between Satan and God? He says the greatest blemish with Satan is selfish. God is totally unselfish. Unselfishness is a breeding ground for sannyasa, renunciation. How to put this message? There are people who are daredevil. They say we don't want anything, live dangerously. How? No job, no employment, no bank balance, nothing, no relation. Live the life of such a man. Buddha says, wander thou like a rhinoceros in the forest. To all, because every one of the human beings have evolved from me, who is the one without a second. With my prayers to the Almighty God, may that idea of renunciation service, which is not exclusive to monks alone, pervade and inspire the Indian society. Om. ബഹുമാനപ്പെട്ട PJ കുര്യൻ സാറ് ഇപ്പോൾ പോവുകയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സാറിനുള്ളതായ ഒരു മൊമെൻറ്റോ നൽകുന്നു. എല്ലാവരുടെയും പേരിൽ ഇവിടെ വന്നതിനും നിങ്ങളോട് സംസാരിച്ചതിനും ഉദ്ഘാടനം ചെയ്തതിനും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ എണ്ണി അടക്ക ഒരു ഞെവിടിയിട്ട് പൊട്ടിച്ചിരി. കറൻസികൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സ്വാമിജി പ്രസംഗത്തിൽ അത് സൂചിപ്പിച്ചു. കറൻസികൾ ഇങ്ങനെ 1, 2, 3 എന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നിടത്ത് അത് ഹാർട്ട് അറ്റാക്ക്. പിറ്റേ ദിവസത്തെ പത്രത്തിലൊരു വാർത്തയും ഇന്നടത്തിന്നാര് ഹാർട്ട് അറ്റാക്ക്. യേശുമ്പുരാൻ പറഞ്ഞു, ഈ ഭൂമി ചിതറഴിക്കുന്ന ഈ ഭൂമിയിൽ, തുരുമ്പരിക്കുന്ന ഈ ഭൂമിയിൽ നിങ്ങളെ സമ്പാദ്യങ്ങൾ കരുതി വയ്ക്കേണ്ട, അത് ഉപേക്ഷിച്ചില്ല. ഈ സന്യാസത്തിൽ ഇത് സനാതനമായ നിയമമാണ്, ഇതിന് മാറ്റമില്ല. ആരും അതിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കരുത്. വെറുതെ കബളിപ്പിക്കപ്പെടുന്ന സന്യാസിയാകണോ? ഉപേക്ഷിക്കണം. അപ്പനെ ഉപേക്ഷിക്കണം, അമ്മയെ ഉപേക്ഷിക്കണം, മക്കളെ ഉപേക്ഷിക്കണം, സർവത്ര ഉപേക്ഷിക്കണം. ഉപേക്ഷയ്ക്കൊരു ഭയങ്കര സുഖമുണ്ട്. ഉപേക്ഷയ്ക്കൊരു സമ്പാദ്യങ്ങളൊക്കെയും ഭാരമാണ്. സമ്പാദ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഭാരങ്ങൾ കൂടും, ഉറക്കം നഷ്ടപ്പെടും. ഒരു സമ്പാദ്യമില്ലെങ്കിലോ പരമാനന്ദം. മാരിവാനീസ് പിതാവിൻ്റെ 3ാമത്തെ സൂത്രം അതാണ്. ദൈവസമ്പാദനം പരമാനന്ദം. നമുക്ക് എന്താ വേണ്ടത്? സന്യസ്തർക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും എന്താ നമുക്ക് വേണ്ടത്? ആനന്ദമല്ലേ? സ്വാമിജി സൂചിപ്പിച്ചു, സച്ചിദാനന്ദം. നമുക്ക് ആനന്ദമാണ് വേണ്ടത്. അത് സ്വരൂപലക്ഷണമാണ്. പരമാത്മാവിൻ്റെ സ്വരൂപലക്ഷണമാണ് സച്ചിദാനന്ദം. ആനന്ദം, ബ്ലിസ്, എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ബ്ലിസ്, ആനന്ദം. ഇതാർക്കുണ്ട്? ഉപേക്ഷിച്ചു നോക്കുക. ആനന്ദം. മനസ്സ് പ്രകാശിക്കുന്നത് നമുക്കറിയാനൊക്കും. ആത്മാവ് പ്രകാശിക്കുന്നത് നമുക്കറിയാനൊക്കും. ആകാശത്തിലെ സൂര്യൻ ഹൃദയത്തിൽ ഉദിച്ചു വീഴുന്നത് അറിയാനൊക്കും. ആനന്ദം. ഒരു തുമ്പപ്പൂവിൻ്റെ ഹൃദയത്തിലും
ഈ സച്ചിദാനന്ദം പള്ളിനിദ്ര കൊള്ളുന്നത് നമുക്കറിയാമല്ലോ. ഞാൻ ഈ മഹാസൂത്രങ്ങൾ ഏറെ സംസാരിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന ഈ വേളയിൽ ഞാൻ നിർത്തുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ മാരിവാനിയോസ് പിതാവിൻ്റെ സന്യാസത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ എനിക്കൊരു 2 മണിക്കൂർ തരണമെന്ന് ഈ വേദിയിലിരിക്കുന്നവരോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് സൂത്രങ്ങൾ ദൈവസമ്പാദനം അത്യുത്തമം, പരിത്യാഗത്താൽ ദൈവസമ്പാദനം പരമാനന്ദം. നന്ദി. അത്യഭിവന്ദ വന്യ കാതോലിക്ക ബാവ തിരുമേനി, അഭിമന്യ മാർ ദിവന്യാസൂസ് പിതാവേ, അഭിമന്യ പിതാക്കന്മാരെ, പൂജനീയ സ്വാമി വീരഭദ്രാനന്ദ അവർകൾ, സ്നേഹബഹുമാനപ്പെട്ട ജനറാളച്ച, റെവറൻഡ് ഫാദർ പ്ലാസിഡ്, റെവറൻഡ് സിസ്റ്റർ ശോഷാമ്മ, ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, മദർ ജനറൽമാരെ, മദർ പ്രൊവിൻഷ്യൽസ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, 85ാം പുനരൈക്യ വാർഷികത്തിൻ്റെ അനുഗ്രഹീത വേളയിൽ സമർപ്പിത വർഷത്തിൻ്റെ മഹാത്മ്യത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മലങ്കര സുറിയാനീസ് കത്തോലിക്ക സഭാതല സംഗമം സംഘടിപ്പിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇത്തരുണത്തിൽ സന്യാസം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്. എന്നാൽ വീരഭദ്രസ്വാമിയും നമ്മുടെ പ്ലാസിഡച്ചനുമൊക്കെ വേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം എടുക്കേണ്ട കാര്യമില്ല. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നാം കാണുന്ന സിയോൻ മലയിലെ കുഞ്ഞാടിനൊപ്പം അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും നെറ്റിയിൽ എഴുതപ്പെട്ടവരും കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി കഴുകിയ ബ്രഹ്മചാരികളുമായ 144,000 പേരോടൊപ്പം നിൽക്കുവാനായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണല്ലോ സമർപ്പിതരും സന്യസ്തരും. നാം കേട്ടുകഴിഞ്ഞതുപോലെ സംന്യാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ എടുത്തു വയ്പ് എന്നാണല്ലോ. പിതാവായ ദൈവത്തിൻ്റെ ഉള്ളിൻ്റെയും ഉള്ളതിൻ്റെയും ഉണ്മയുടെയും എല്ലാം സമാഹാരമായിരുന്ന വചനത്തിലേക്ക് തന്നെ സന്യസനം ചെയ്ത പിതാവ് തന്നെയാണ് ആദ്യ സന്യാസി. യേശുവിലൂടെ നമുക്ക് നൽകിയ ഈ ആത്മദാനപരമായ സന്യസനത്തിനുള്ള പ്രതിസന്യസനമാണ് ക്രിസ്തീയ സന്യാസം. പ്രതിബദ്ധത നിർഭരമായ ഈ സന്യാസ വൃത്തിയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നതും ദൈവം തന്നെയാണ്. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. യാഗാർച്ചനയിലൂടെ ദൈവത്തോടും ത്യാഗാർച്ചനയിലൂടെ മനുഷ്യനോടും ബന്ധപ്പെട്ടിരിക്കുന്ന സന്യാസി ദൈവമൊഴികെ മറ്റാരുടെയും സ്വന്തമാവുകയോ മറ്റാരെയും സ്വന്തമാക്കുകയോ ചെയ്യുന്നില്ല. എന്നെ അനുഗമിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല എന്നാണ് സന്യാസത്തെക്കുറിച്ച് യേശു പറയുന്നത്. ഇന്ന് സന്യാസം നേരിടുന്ന ഏറ്റവും പ്രധാനമായ വെല്ലുവിളി എൻ്റെ കാഴ്ചപ്പാടിൽ നാം കേട്ടതുപോലെ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ അവശ്യ ഘടകങ്ങളായ ത്രിവിധ ഉപേക്ഷ, അതിൻ്റെ തനിമയിൽ ജീവിക്കുന്നതിൻ്റെ അഭാവമാണ്. ലീവ് ദ തിങ്സ്, ലീവ് ദ റിലേഷൻഷിപ്സ് ആൻഡ് ലീവ് ദ സെൽഫ്. 3 വ്രതങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. നിന്റെ ഉള്ളും നിനക്കുള്ളതും, നിന്റെ വിയർപ്പും അധ്വാനവും നിന്റെ ചിന്തയും നിന്റെ സ്വപ്നങ്ങളും എന്നും ദൈവത്തിനും മനുഷ്യനും വേണ്ടിയാകണം. നിന്നെ തന്നെ ഉപേക്ഷിക്കുക എന്ന യേശുവിൻ്റെ ആഹ്വാനം മഹാവാക്യമായാണ് കരുതപ്പെടുക. സ്വന്തം വ്യക്തിത്വ വികസനത്തിനും അംഗീകാരത്തിനും പേരിനും പെരുമയ്ക്കും അധികാരത്തിനും ജീവിത സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി പരക്കം പായുന്ന സമർപ്പിത ലോകത്തിന് ഈ മഹാവാക്യം ഇന്ന് അന്യമായിരിക്കുകയാണ്. വിളിക്കപ്പെട്ട ലക്ഷ്യം പാടെ മറന്ന് പ്രവർത്തിക്കുന്നു. അവൻ്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും അവൻ്റെ സ്വയത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കും.
സമ്പത്തിൻ്റെയും ഉപഭോഗ സംസ്കാരത്തിൻ്റെയും ആർത്തിയുടെ മരണ സംസ്കാരത്തിൻ്റെയും ഒക്കെ പിടിയിലമർന്ന് അടിമത്വത്തിൽ മയങ്ങുന്ന ലോകത്തെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും പങ്കുവയ്ക്കൽ സംസ്കാരത്തിൻ്റെയും സമൃദ്ധിയുടെയും പാരസ്പര്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ലോകത്തിലേക്ക് വിളിച്ചുണർത്തേണ്ട ഉണർത്തുമണികളാകാൻ ഫ്രാൻസിസ് പാപ്പ സന്യാസികളോട് ആഹ്വാനം ചെയ്യുമ്പോൾ തങ്ങളുടെ തന്നെ ലോകത്തിൽ മുഴുകി സന്യാസിയും മയക്കത്തിലായോ? ഉണ്ണാനും ഉടുക്കാനും കിടക്കാനുമില്ലാതെ ദരിദ്ര ലക്ഷ്യങ്ങൾ അലയുമ്പോൾ ഇവയുടെ എല്ലാം നിറവിൽ നമുക്ക് ഉറങ്ങാനാവുക എത്ര വിരോധാഭാസമാണ്. പതിനായിരങ്ങൾക്ക് ദേഹം മറയ്ക്കാൻ ഒരു ഷർട്ട് ഇല്ലാത്തതിനാൽ സ്വന്തം ശരീരം ഒരു ഷർട്ട് കൊണ്ട് മരണം വരെ മറയ്ക്കാനാവാതിരുന്ന ഗാന്ധിജി നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നില്ലേ? ഇതിനുള്ള ഏക പരിഹാരം വ്യക്തികൾ, കമ്മ്യൂണിറ്റികൾ, സമൂഹങ്ങൾ എല്ലാം തങ്ങളുടെ മനോഭാവങ്ങളെ അപഗ്രഥിച്ച് ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ഒരു മടക്കയാത്ര നടത്തുക എന്നുള്ളതാണ്. ഈ ത്രിവിധ ഉപേക്ഷകളിലൂടെ മലങ്കര സഭയിൽ ആദ്യമായി സന്യാസ പ്രസ്ഥാനം നാം കേട്ടുകഴിഞ്ഞതുപോലെ ആർഷഭാരത പശ്ചാത്തലത്തിൽ സമാരംഭിക്കുകയും സത്യസഭയെ പുൽകാൻ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ പദവികളും സേവനവും വിശാലമായ മുണ്ടൻമലയും ജീവിതത്തോളം തന്നെ ആഴപ്പെട്ട വ്യക്തിബന്ധങ്ങളും ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ യാഗപ്പശുവായി സീറോ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ജന്മം നൽകിയ പുണ്യപിതാവ് ദൈവദാസൻ മാർ ഇവാനിയോസ് ജീവിത മാതൃകയുടെ കത്തുന്ന ദീപസ്തംഭമായി നമ്മുടെ മുൻപിലില്ലേ? മാർ ഇവാനിയോസ് പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ക്ഷണിക്കപ്പെട്ട് തിരുപ്പട്ടം സ്വീകരിച്ച ഉടനെ സ്വന്തം രൂപതയും നാടും വീടും വിട്ടിറങ്ങി സ്വന്തം രൂപതാധ്യക്ഷനിൽ നിന്നുള്ള ആദ്യ നിയമനം പോലും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത അപരിചിത നാട്ടിൽ സംസ്കാരത്തിൽ കാൽനടയായും വാടക സൈക്കിളിലും അലഞ്ഞു നടന്ന് ഇന്നതിനെ മഹത്വമുള്ള ക്രിസ്തുരാജപുരം സീറോ മലങ്കര കത്തോലിക്ക രൂപതയാക്കി വളർത്തിയെടുത്ത വന്യ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിലച്ചൻ നമ്മുടെ ഉള്ളിലെ മരിക്കാത്ത ഓർമ്മയുടെ നാളമല്ലേ? വഴിവക്കിലേക്കും വേലിയെറുമ്പുകളിലേക്കും കടലോരങ്ങളിലേക്കും കുടിലുകളിലേക്കും ഇന്ന് ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെടുന്ന പ്രകാരം യേശുവാകുന്ന പ്രകാശവും വചനവുമായി കടന്നു ചെന്ന് വിശ്വാസം പ്രഘോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ദൈവരാജ്യമാക്കി മാർത്താണ്ഡത്തെ മാറ്റിയെടുത്ത തപസ്വിനി ബഹുമാനപ്പെട്ട മദർ മേരി കല്ലറയ്ക്കലിൻ്റെ ജീവിതം നമ്മുടെ അന്തരാളത്തിലെ മണൽത്തരികളിൽ പതിഞ്ഞ് നമുക്ക് മുൻപേ നടന്നകന്ന കാൽപ്പാടുകളല്ലേ? തൻ്റെ ഉള്ളത്തെയും തനിക്കുള്ളവയെയും ദൈവകരങ്ങളിൽ അർപ്പിക്കുക, മനുഷ്യകരങ്ങളിലേക്ക് സ്വയം മുറിച്ചു വിളമ്പുക എന്ന സന്യാസ സമർപ്പണ ശുശ്രൂഷയ്ക്കുള്ള ക്ഷണമാണ് അടുത്ത വെല്ലുവിളിയായ നിന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന ആഹ്വാനം. തന്നെ പരനും അവരനും വേണ്ടിയുള്ള നരനായി ദൈവമനുഷ്യ സമക്ഷം സമർപ്പിക്കാൻ യേശു കൈക്കൊണ്ട സന്യാസനോപായമാണ് കുരിശ്. ഈ കുരിശിനെ സന്യാസിയുടെ ജീവിത ലക്ഷ്യവും മാർഗവുമായി യേശു മാറ്റിയത് പ്രാർത്ഥന, സഹനം, ശുശ്രൂഷ ഇവയിലൂടെയാണ്. തൻ്റെ കുരിശുഭരണം തന്നെയായിരുന്നു അവിടുന്ന് പിതാവിനോട് ചെയ്ത ഏറ്റവും വലിയ പ്രാർത്ഥന. ഇന്ന് സന്യാസം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ ഇരിക്കാനും സമയം കണ്ടെത്താനാവുന്നില്ല എന്ന സത്യം. തപശ്ചര്യകളും വ്യക്തിഗത പ്രാർത്ഥനകളുമെല്ലാം മീഡിയയുടെ അതിപ്രസരം കവർന്നെടുത്തിരിക്കുന്നു. മൊബൈൽ, TV, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻ്റർനെറ്റ് എല്ലാം ഈ ടെക്നോ ഏജിൽ വളരെ ഉയർന്ന പോസ്റ്റുകളും തസ്തികകളും വഹിക്കുന്ന സന്യാസികൾക്ക് ഒഴിച്ചുകൂടാനാവുന്നില്ല. സ്ഥാപനവത്കരണത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ പല തലത്തിൽ നിന്നും പല കാരണങ്ങളാലും നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. ഏറെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും സ്വാധീനിച്ച് യേശുവിനായി നേടാവുന്ന ഏറ്റവും നല്ല വേദികളാണ് സ്കൂളുകളും ഹോസ്പിറ്റലുകളും സാമൂഹ്യ സേവന സംവിധാനങ്ങളുമെല്ലാം. എന്നാൽ ഇവ ലക്ഷ്യം മറന്ന് നയിക്കപ്പെടുമ്പോഴാണ് അപകട സാധ്യതകളുടെ വർധനവ് ഉണ്ടാവുക. ലൗകിക വിജ്ഞാനം നേടുവാൻ ഇന്ന് സന്യാസികൾ കാണിക്കുന്ന വ്യഗ്രത ആധ്യാത്മിക ജ്ഞാനം നേടുവാൻ കാണിക്കുന്നില്ല എന്ന ദുഃഖസത്യം നിമിത്തം ഇന്ന് സന്യാസ ജീവിതത്തിന് അർത്ഥം കാണാതെ കുരിശുകൾ വഹിക്കാനാവാതെ
ദൈവവിളികൾ നഷ്ടപ്പെടുത്തുന്നവരുടെ എണ്ണം ഭാരതത്തിലും മറുനാടുകളിലും ഏറി വരികയാണല്ലോ. പ്രാർത്ഥനയുടെ അഭാവം വിശ്വസ്തതയും വിശ്വാസ്യതയും ഇല്ലാത്ത ജീവിതത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ പടയാളികളായ നാം ഉറങ്ങിക്കഴിയുന്നതിനാലാവാം സാത്താൻ സേവക സംഘങ്ങളുടെ എണ്ണം ഇന്ന് കേരളത്തിൽ നിരവധിയാണ്. നമ്മുടെ പുണ്യപിതാവായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഹാർദവ പ്രാർത്ഥനകൾ മാത്രം മതി ആ പുണ്യചരിതൻ്റെ പ്രാർത്ഥന എത്ര ആർജവും ആഴവുമുള്ളതാണെന്ന് അറിയുക. നമ്മിൽ നിറയുന്ന ദൈവീകത മറ്റുള്ളവരെ ഏറെ സ്വാധീനിക്കും. പുഷ്പം കയ്യിലൊതുക്കാം, എന്നാൽ അതിൻ്റെ സുഗന്ധമോ? ഇതുപോലെയാണ് പ്രാർത്ഥനയിൽ ജീവിതം കെട്ടിപ്പടുക്കുന്നവർ. നിന്റെ കുരിശുകൾ ആരും അറിയാതെ സഹിക്കുക, അത് നിന്റെ കർണപുടങ്ങളിലെ സംഗീതമായിരിക്കട്ടെ എന്ന് പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്ത മദർ മേരി കല്ലറയ്ക്കൽ സഹനം സന്യാസ ജീവിതത്തിൻ്റെ കൽപ്പടവുകളാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ബദനി സന്യാസിനി സമൂഹം പത്തനംതിട്ട പ്രൊവിൻസിലെ അംഗമായ സിസ്റ്റർ ഫിലോമിന എഴുതിയിട്ടുള്ള മാർ ഇവാനിയോസ് ഗാനാമൃതം എന്ന പുസ്തകവും സീഡിയും ഉണ്ണി അമ്മയമ്പലം എഴുതിയ വരൂ കുട്ടികളെ സുവിശേഷ സംഘം പ്രസിദ്ധീകരിക്കുന്ന തിരുമൂലമല ഇടവാങ്ങും മാത്യൂസ് പാണ്ഡിശ്ശേരി രചിച്ച പുസ്തകം കയ്യിൽ കിട്ടിയിട്ടില്ല. അദ്ദേഹം സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ബലഹീനത ബലമാകുമ്പോൾ എന്ന പുസ്തകം ഒരു പുതിയ സംരംഭം നമ്മുടെ തന്നെ മക്കൾ ദോഹ ഇടവകയിലുള്ളവർ നമ്മുടെ സഭയ്ക്ക് ആകമാനം നൽകുകയാണ് സമ്മാനമായി. അവരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലം നമ്മുടെ എല്ലാ ഭദ്രാസനങ്ങളിലുമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അവർ എല്ലാ വർഷവും നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. ദോഹ ഇടവക പുനരേക്യ വാർഷിക സമ്മേളനത്തിൽ എല്ലാ വർഷവും ഓരോ ലക്ഷം രൂപ വീതം എല്ലാ ഭദ്രാസനങ്ങൾക്കും നൽകുവാൻ തീരുമാനമെടുത്തു. അത് പുനരേക്യ വാർഷിക ആഘോഷം നടത്തുന്ന രൂപതയ്ക്ക് 2 ഭയങ്കര ഭാഗ്യവാൻ തുടങ്ങുന്നതേ ഉണ്ട്. ഇത് നമ്മുടെ ദോഹ ഇടവകയുടെ വികാരിയാണ് ബഹുമാനപ്പെട്ട തോമസ്, നമ്മുടെ കൂത്തലത്തച്ഛൻ. ഇടവകയുടെ ജോയിന്റ് ട്രസ്റ്റിയാണ് ബെഞ്ചമിൻ. നമ്മുടെ ഇടവകയെ ദോഹ ഇടവകയെ മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയുടെ നാമത്തിൽ ഹൃദയപൂർവ്വം നിങ്ങളെല്ലാവരുടെയും ഹർഷാരവത്തോടുകൂടി ഞാൻ അഭിനന്ദിക്കുന്നു. അനേകം ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിന് ഇടയാകട്ടെ. ഈ പണം കുരിശടി പണിയുന്നതിനോ ദേവാലയം പണിയുന്നതിനോ പെയിന്റ് അടിക്കുന്നതിനോ ഒന്നും ഉപയോഗിക്കാനല്ല, ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടി അവർ നൽകിയിരിക്കുന്ന സംഭാവനയാണെന്ന് ഞാനും മറ്റു പിതാക്കന്മാരും അറിഞ്ഞിരിക്കുക. ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മേജർ അതിരൂപത അധ്യക്ഷൻ മാർ ബസേലിയോസ് ക്ലീനീസ് കാതോലിക്ക വിഭാഗത്തിന് മനസ്സിൽ നൽകിക്കൊണ്ട് നിർധനരെ കിടപ്പുരോഗങ്ങളുമായവർക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്നതിന് 2012 ആരംഭിച്ച പദ്ധതിയാണ് സെന്റ് പീറ്റേഴ്സ് ഹാൻഡ്. ഈ പദ്ധതി പ്രകാരം മൂവാറ്റുപുഴ ഭദ്രാസനത്തിൽപ്പെട്ട 50 പേർക്ക് ധനസഹായം ചെയ്യുന്നതിന് ശ്രീ രാജു ചാമക്കാട്